This is indeed a great occasion for all of us to come together as a real meeting of St. Mary's Women's League and also the youth of the southern region, southeast region, right? Southeast region. It's very difficult and not a practical thing to convene such a meeting. As far as I know, we had a couple of trials before a couple of years, but it couldn't happen. But today, by the grace of God and by the very active participation and leadership of the Women's League and also the youth, we could assemble here today at this Mount Gregorius Church in Tampa so that we can have a good start. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പല പ്രോഗ്രാംസും കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷെ അതൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്കാറ്റേഡ് ആയിട്ടുള്ളത് കൊണ്ട് പ്രാക്ടിക്കലായിട്ടത് ഫോം ചെയ്യാൻ സാധിച്ചില്ല. I think last year we had one program in Augusta, but again, this is much better, I think. Right? So in the days to come, we hope and pray that this coming together will enrich each other, and this gathering will be more and more successful. I won't take much of your time. Actually, I'm confused to who to address, since we have the main body as Women's League and youth is here, and also a few adult men are here. But still, since the program is basically for the Women's League, and I will have a small session with the youth in the afternoon, so I will address you. I would like to take one biblical verse, that is Proverbs 14:1. സദൃശവാക്യം 14-ന്റെ 1-ാമത്തെ വാക്യം. It says, every wise woman builds her house, but the foolish plucks it down with her hands. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ദോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. വളരെ ക്ലിയർ ആണല്ലേ? അതിനെക്കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യമില്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാക്കാവുന്ന രീതിയിലാണ് സദൃശവാക്യത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. Basically it says it is up to the woman, up to the housewife to build it or to destroy it. അത്രത്തോളം സ്വാധീനം ഉള്ള ഒരു വ്യക്തിയാണ് ഒരു കുടുംബ നായിക, ഗൃഹനായിക എന്ന് പറയുന്നത്. വളരെയധികം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വീട് പണിയുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി ഹ്യൂജ് ടാസ്ക്. ഒരു കല്യാണം കഴിഞ്ഞു, ഒരു ഫാമിലിയായി എല്ലാം ഓട്ടോമാറ്റിക്കായി സംഭവിച്ചോളൂ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇറ്റ്സ് ഓൺഗോയിങ് പ്രോസസ് where the husband and wife have to struggle to make it a heaven on earth. നമുക്കറിയാം, ഇസ്രായേൽ ഗ്രഹം പണിതത്, ഇസ്രായേൽ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, the tribe of Israel, house of Israel was built on the foundation of 2 women. യാക്കോബിനെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് അല്ലേ? യാക്കോബിന്റെ മക്കളുടെ അമ്മമാർ ആരായിരുന്നു? So both 2 women. ഇപ്പോൾ നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ബോവസ് രൂത്തിനെയും കൊണ്ട് അവന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ പട്ടണവാതിലിൽ ചെന്നിട്ട് അവൻ he is explaining the situation to the people of that area, and the village people, the people of that town, they acclaims and they receive Ruth as Rachel and Leah. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അതിന് പട്ടണവാതിലിൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ to bring Ruth as your wife. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, അതായത് രൂത്തിനെ, യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആകട്ടെ.
അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അപ്പൊ രൂത്ത് സീസ് ഹെർസെൽഫ് ആസ്, ഇവരെ രണ്ടുപേരെയാണ് റോൾ മോഡൽ ആയിട്ട് കാണുന്നത്. ഇസ്രായേൽ ഗൃഹം പണിതതായ ആ മഹതികളായ സ്ത്രീകൾ. പിന്നീട് അവരിൽ നിന്നാണ് പിന്നീടുള്ള നമ്മുടെ കർത്താവിന്റെ ജനനം വരെയുള്ളതായ വംശാവലി പോകുന്നത്. ഇവിടെ ഒരു ഭവനം പണിയുമ്പോൾ സ്ത്രീക്കുള്ളതായ പങ്ക്, കർത്താവ് സ്ത്രീയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. എല്ലാ ജീവജാലങ്ങളെയും ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. എന്തിനാ? ഒരു ടൈപ്പ് പോരായിരുന്നു അല്ലേ? നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ ആണും പെണ്ണൊക്കെ ചിന്തിച്ചത്? ഒരു ടൈപ്പ് ഉള്ളെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ അല്ലേ? ദൈവം സൃഷ്ടിച്ചത് ഇത് പരസ്പര പൂരകമായിട്ട് ഈ സന്തതി തലമുറ നിലനിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാ മൃഗജാലങ്ങളിലും ആണിനെയും പെണ്ണിനെ സൃഷ്ടിച്ചു. ഈവൻ ഇൻ ദി പ്ലാന്റ്സ് അല്ലെ, വൃക്ഷ സമൂഹത്തിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. മനുഷ്യനെയും ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. പക്ഷെ ഓരോന്നിനും ഓരോ റോളുണ്ട്, ഓരോ ചുമതലകളുണ്ട്, ഓരോ കർത്തവ്യങ്ങളുണ്ട്. ആണ് പെണ്ണാവാനോ പെണ്ണാണാവാനോ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് നമ്മുടെ ബാലൻസ് തെറ്റിക്കും. അപ്പോ ആ ഒരു ബിബ്ലിക്കൽ കൺസെപ്റ്റ് മനസ്സിൽ നിർത്തിക്കൊണ്ട് വേണം ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെയ്യാനായിട്ട്. കാരണം പലപ്പോഴും ഇന്നത്തെ ഒരു പ്രതിസന്ധി അതാണ്. സഭയിലായാലും പള്ളികളിലായാലും കുടുംബങ്ങളിലായാലും ചില ഇനീക്വാലിറ്റി വരുന്നത് ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. ദൈവികമായ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, ഒരു ക്രമീകരണമുണ്ട്. ആ ക്രമീകരണത്തിൽ നിന്നുകൊണ്ട് വേണം നാം ഇതിനെ കാണുവാനായിട്ട്. സോ ഗോഡ്സ് ഗ്ലോറി ഫോർ എ വൈസ് വുമൺ is when it is revealed when she recognized God's purpose for her creation, her calling. അതാണ് ഒറിജിനൽ ആയിട്ടുള്ള ഒരു കോളിംഗ് എന്ന് പറയുന്നത്. ഈ സർവ്വ സൃഷ്ടികളിലും ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയും അതിൻ്റെതായ ധർമ്മം, അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ വ്യത്യസ്തത മനസ്സിലാക്കുകയും ഞാൻ ആണല്ലെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പെണ്ണിന്റെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു മനോധർമ്മം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പുതിയ നിയമം കർത്താവ് പഠിപ്പിക്കുന്നത്, സ്ത്രീയെ പഠിപ്പിക്കുന്നത് ഇതാണ്: സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. ആ രീതിയിലാണ് അതിനെക്കുറിച്ച് എല്ലാവരും അധീനതയാണ്, എല്ലാവരും മറ്റൊരു ശക്തിക്ക് വിധേയരായിട്ടാണ് പോകേണ്ടത്. അങ്ങനെ ഒരു വിധേയത്തിൽ പോകുമ്പോഴാണ് ആ ഒരു സൃഷ്ടിജാലങ്ങളുടെ ഒരു ഓർഡർ ക്രമീകരിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് പോലീസിലേക്ക് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ക്രമീകരണത്തെ അത് തള്ളുവാനും കൊള്ളുവാനും സ്ത്രീകൾക്ക് സാധിക്കും. അത് താഴെ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അത് സമൂഹത്തിൽ താൻ ഇടപെടുന്ന എല്ലാവരുമായിട്ട് അത് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ this glory, God's glory for a wise woman, revealed in her understanding, her recognition that God's purpose for her, original purpose for her. And also, God's glory reveals when she realized the impact that she can have by winning, building and strengthening her husband. പത്രോസ് ലീഹായുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം, അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ, നല്ല ഭാവം വായിക്കുന്നത് നല്ലതാണ്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പത്രോസ് ലീഹ അഡ്രസ് ചെയ്യുന്നു: ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, മറിച്ച് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അവിടെ വലിയ ഒരു ക്ലാസ്സിനുള്ള ഒരു സെഷനാണ് ശരിക്കും പറഞ്ഞാൽ, അത്രത്തോളം ടോപ്പിക്കാണ്. അപ്പൊ അവിടെ പറയുന്നത് ഭർത്താക്കന്മാര്
വചനത്തെ അനുസരിക്കാതെ പോകുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭയത്തോടു കൂടിയ പയസായിട്ടുള്ള നിങ്ങളുടെ ആക്ഷൻസിലൂടെ ത്രൂ യുവർ ബിഹേവിയർ ആൻഡ് ത്രൂ യുവർ അപ്രോച്ച് ടു ദം യു ക്യാൻ വിൻ ദം ടു ദ വേൾഡ്. അവിടെ രണ്ടു തരത്തിലും പറയാം. വചനം കൂടാതെ അവരുടെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകുമെന്ന് പറയുന്നുണ്ട്. ഒന്ന്, വാചാലത കുറയ്ക്കുക. പണ്ട് ഇന്ദിരാജാൻ അടിയന്തരാവസ്ഥകൾ പറഞ്ഞ പോലെ നാവടക്കുക, പണിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതൽ വർത്തമാനം പറയേണ്ട കാര്യമില്ല, കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല, സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഭർത്താവാണ്. പക്ഷേ നിങ്ങൾ വചനം അനുസരിക്കുന്നവരാണെങ്കിൽ വചനം അനുസരിക്കുന്ന ഒരു ഭാര്യ എങ്ങനെ പെരുമാറുന്നു എന്ന് കണ്ടാൽ തന്നെ യുവർ ഹസ്ബൻഡ്സ് വിൽ ബി ഫോഴ്സ്ഡ് ടു ലൈൻ വിത്ത് ദാറ്റ്. അപ്പൊ ആ രീതിയിൽ അവരെ സ്വാധീനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ശരിയായ ഒരു ഭാര്യ, നല്ല ഉത്തമയായ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഷീ ഓൾവേസ് വിൽ ഹാവ് എ ഗുഡ് ഇൻഫ്ലുവൻസ് ഓൺ ഹെർ ഹസ്ബൻഡ്. ഇപ്പൊ അച്ഛൻ ജീവിച്ചല്ലോ പീലാത്തോസിന്റെ ഭാര്യയെ കുറിച്ച്. പീലാത്തോസിന്റെ ഭാര്യയെ കുറിച്ച് ആകെ കൂടി പറയുന്നൊരു സന്ദർഭം എവിടെയാ? അച്ഛൻ മെൻഷൻ ചെയ്ത സ്ഥലത്താണ്. എന്നതാണ്? ആ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് പറഞ്ഞൊരു കുറിപ്പ് കൊടുത്തുവിടുകയാണ്. ആർക്കാ വിടണമെന്ന് ആലോചിക്കണം. വിടുന്നത് ഭർത്താവിനാണ്, കുഴപ്പമില്ല. പക്ഷെ വേറെ ഈ സിറ്റിംഗ് നാം പീലാത്തോസ് മണ്ഡപത്തിലിരുന്നു, ആസ്ഥാന മണ്ഡപത്തിലിരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിനെ വിധിക്കാനായിട്ട് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കൊണ്ടുവിടുന്നത്. എന്ന് പറഞ്ഞാൽ ഹീസ് ഓൺ ഹിസ് ബിസിനസ്, അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്ന സമയത്താണ് ഈ കത്ത് കൊടുത്തു വരുന്നത്. പക്ഷെ ഷീ ഹാസ് ദാറ്റ് ഫ്രീഡം, ഷീ ഹാസ് ദാറ്റ് കോൺഫിഡൻസ് ഓൺ ദർ ഹസ്ബൻഡ് so that she can convey a message to him even at that moment when he is sitting on the throne. ആ സിംഹാസനത്തിൽ അല്ലെങ്കിൽ ആ സീറ്റിൽ ജഡ്ജ്മെന്റ് ചെയറിൽ ഇരിക്കുമ്പോൾ തന്നെയും അത് കൊടുത്തു വിടുവാനുള്ള ധൈര്യവും ആ ഒരു ഈ സ്വാധീനവും ഭർത്താവിന്റെ മേൽ ക്ലോഡിയ പ്രോക്കലസ്, അതായത് പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് അവനിലുണ്ടായിരുന്നു. അതവൻ സ്വീകരിച്ചു എന്നുള്ള വേറെ കാര്യം. പക്ഷേ ആ നീതിമാന്റെ രക്തത്തിൽ നീ ഇടപെട്ടതെന്ന് പറഞ്ഞ അത് പീലാത്തോസും അത് ഏറ്റു പറയുന്നുണ്ടല്ലോ. തൊട്ട് പിന്നാലെ പുള്ളി എന്താ ചെയ്തേ? കൈ കഴിയുമെന്ന് പറഞ്ഞേ, മനസ്സിലായോ? അപ്പോ ഭാര്യ സർട്ടിഫൈ ചെയ്തത് he just accepted it, മനസ്സിലായോ? അപ്പോ ആ നീതിമാന്റെ കാര്യം ഇടപെടുന്നത് പറഞ്ഞ അതായത് കൺസെപ്റ്റ് ആ നീതിമാനാണെന്ന്, കർത്താവ് നീതിമാനാണെന്നുള്ളത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് കൈ കഴുകിയിട്ട് പറഞ്ഞു ഈ നീതിമാന്റെ രംഗത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അപ്പോ ഒരാൾ തന്റെ ഭർത്താവ് തെറ്റ് ചെയ്യുവാനായിട്ട് മുതിരുന്നു, തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യുവാനുള്ള സ്വാധീനം, അതിനുള്ള തയ്യാറെടുപ്പ്, വില്ലിങ്നെസ് ഭാര്യയ്ക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് അപ്പൊ ഈ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ, ക്രിസ്ത്യൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പില് നമ്മൾ ഈ വിധേയത്വവും അനുസരണമൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് വലിയ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. There is a mutual responsibility. There is a combined responsibility for both husband and wife to lead a good Christian life, Christian family life. അപ്പൊ അതിനകത്ത് പരസ്പരം കറക്റ്റ് ചെയ്യുവാനും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ളതായ ഉത്തരവാദിത്വവും ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവം വെച്ചിരിക്കുന്ന ഒരു സെറ്റിംഗ് ആണ്, ക്രമീകരണമാണ്. ഇപ്പോൾ ഒരു പള്ളി ഇടവകയിലായാലും അവിടെ അച്ഛൻ വേണം, ഒരു കമ്മിറ്റി വേണം, ഒരു തുടങ്ങിയ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ ഒരു സ്കൂളായാലും ഹെഡ് മാസ്റ്റർ വേണം, അധ്യാപകർ വേണം, PTA വേണം, മറ്റു പല കാര്യങ്ങൾ വേണം. പക്ഷെ there should be one leader for any type of human endeavor. ഒരു രാജ്യത്തിനായാൽ there should be an administrative setup, അല്ലേ? ഒരു ചർച്ചിലായാലും വേണം, ആഗമന സഭയിൽ വേണം, ഭദ്രാസനത്തിൽ വേണം, ഇടവകയിൽ വേണം, അത് കുടുംബത്തിലും വേണം. അപ്പോ അതില്ലാതെ എല്ലാവരും എല്ലാമാണെന്ന് പറഞ്ഞാൽ അതാണ് പറഞ്ഞത് a person can destroy or build his own house എന്ന് പറയുന്നത്. അതുപോലെ തന്നെ God's glory reveals when her role in the key is the key to a sound authority. ഞാൻ അത് സൂചിപ്പിച്ചു. അത് ആ അതോറിറ്റി, ആ ഓർഡറിനെ കീപ്പ് ചെയ്യുവാനോ തകർക്കുവാനോ സാധിക്കും എന്നുള്ളതായ ബോധ്യം സ്ത്രീക്ക് ഉണ്ടായാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ തന്നെ പഴയ നിയമകാലത്ത് പല മാന്യ വനിതകളും ആവശ്യം വരുമ്പോൾ തന്റെ ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ആവശ്യം വന്നപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയാമോ? പഴയ നിയമകാലത്ത് താൻ ഉൾപ്പെടുന്നതായ ജനതയ്ക്ക് അരക്ഷിതാവസ്ഥ വരുമ്പോൾ, സുരക്ഷാ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചതായ വനിതകളുണ്ട്.
എസ്തേർ അല്ലേ? എസ്തേറിന്റെ പേരിൽ തന്നെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്നാ? ഇന്ത്യയിൽ നിന്നുള്ളവരായ നമുക്ക് എന്നാ ഒരു പ്രത്യേകത? എസ്തേറിന്റെ പുസ്തകത്തിൽ അല്ല, പുസ്തകത്തിന്റെ തന്നെ പ്രത്യേകത ഇന്ത്യ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ളതായ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് അത് മെൻഷൻ ചെയ്തിട്ടുള്ളതായ ഒരേ ഒരു പുസ്തകമാണ്. 2 പ്രാവശ്യമുണ്ട്. പിന്നെ അതുകൂടാതെ ബിബ്ലിക്കലി നോക്കിയാലും ഏറ്റവും വലിയ വാക്യമുള്ളത് ആ പുസ്തകത്തിലാണ്. അതിൽ തന്നെയാണ് ഹിന്ദുസ്ഥാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പൊ എസ്തേർ താൻ ഉൾപ്പെടുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഒരു വലിയ നാശം സംഭവിക്കാൻ പോകുന്നെന്ന് അറിയുമ്പോൾ അതിനുവേണ്ടി പല ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ സ്വയം മുന്നോട്ട് വന്നവളാണ് എസ്തേർ. മൊർദെഖായി ഓൾറെഡി ഓഫ് കോഴ്സ് അവളെ നിർബന്ധിച്ചു, അവളെ പ്രേരിപ്പിച്ചു. പക്ഷേ അതിന് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് എസ്തേർ തയ്യാറായി. അതുപോലെ തന്നെ പഴയ നിയമകാലത്ത് ദെബോര എന്ന് പറഞ്ഞൊരു പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദെബോര ഓൾസോ ഇസ്രായേൽ ജനത്തെ അതികഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ന്യായാധിപരുടെ പുസ്തകത്തില് ജഡ്ജസ് chapter 3 chapter 4 അതിന്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യത്തിലാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 4-ാം വാക്യം, ആ കാലത്ത് ലബീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ പിന്നെ അതിനുവേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. സോ there are few women who came forward to save, rose to the occasion to save their people. അവർ ഉൾപ്പെടുന്നതായ ജനസമൂഹത്തെ രക്ഷിക്കുവാൻ മുന്നോട്ട് വന്നത്. അപ്പൊ അതുപോലുള്ളതായ ഒരു ഒക്കേഷൻ വന്നാൽ അതിനുവേണ്ടി നിലനിൽക്കുവാൻ, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ഉള്ള സന്നദ്ധതയും ധൈര്യവും സ്ത്രീകൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത് മറ്റ് പ്രലോഭനങ്ങൾ വന്നാലും തനിക്ക് ദൈവത്തോടുള്ളതായ കടപ്പാട് അത് മറന്നുകൊണ്ട് ജീവിക്കുവാൻ ഇടയാകരുത് എന്നുള്ളതും ഓർത്തുകൊള്ളണം. ആ കാര്യങ്ങളൊക്കെയും ശരിയാവുമ്പോൾ ദൈവത്തിന്റെ ഗ്ലോറി ഈ ഒരു നിങ്ങളിൽ ഓരോരുത്തർ സ്ത്രീകളിൽ അത് വിളങ്ങും. മറ്റ് 2 വാക്യങ്ങൾ കൂടെ പറഞ്ഞ വാക്കുകൾ വിസ്മരിച്ചു കൊള്ളാം. തീത്തോസിന്റെ ലേഖനം, തീത്തോസിന് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ ഒന്നെടുക്കാൻ വായിക്കാമോ? അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4. ഓക്കെ, 5 മുതൽ ആരോടെ പറഞ്ഞു? യൗവനക്കാരത്തികളെ ഓക്കെ. അപ്പോ